പൊതുവേ മനുഷ്യരൊക്കെ തന്നെ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി അറിയുന്നത് പോലെ അഭിപ്രായം പറയുന്നവരാണ് എന്ന് പറയാറുണ്ട്. നിങ്ങളും അങ്ങനെയാണോ? എന്തുകൊണ്ട് ചോദിച്ചാൽ അക്യുപഞ്ചർ ചികിത്സയിൽ രോഗങ്ങൾ മാറുന്ന വിവരങ്ങൾ കേൾക്കുമ്പോൾ അതെങ്ങനെ മാറും എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു അവസ്ഥ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രോഗങ്ങൾക്ക് വർഷങ്ങളേറെ മരുന്ന് കഴിച്ചും ആ രോഗം ഇനി ഒരിക്കലും സുഖപ്പെടില്ല എന്ന് ഒട്ടേറെ പ്രഗത്ഭരായ ഡോക്ടർമാർ പറഞ്ഞ ശേഷവും ആ മരുന്നൊക്കെ ഒഴിവാക്കി രോഗം സുഖപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അതെങ്ങനെ സുഖപ്പെടും എന്ന സംശയത്തിലാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് അക്യുപഞ്ചർ ചികിത്സാ റിസൾട്ടുകളെ പറ്റിയുള്ള വീഡിയോകളും മറ്റ് അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ ഇതൊക്കെ കെട്ടിച്ചമച്ച കെട്ടുകഥകളാണ് എന്ന രൂപത്തിൽ, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്ന രൂപത്തിൽ പറയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്ന് പറയുന്ന ആരെങ്കിലും ഇങ്ങനെ രോഗം സുഖപ്പെട്ട ആളുകളെ കാണാനോ അന്വേഷിക്കാനോ ശ്രമിക്കാറില്ല. എൻ്റെ ഒരു അനുഭവം, ഒട്ടേറെ ചികിത്സ ചെയ്ത് ഇനി ഒരിക്കലും രോഗം സുഖപ്പെടില്ല എന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്ന ഫാത്തിമ ബി താത്ത പരിപൂർണമായി രോഗം സുഖപ്പെട്ട സംഭവങ്ങളൊക്കെ തന്നെ നാട്ടിൽ പ്രചാരം നേടിയപ്പോൾ ഈ ഒരു കാര്യം ഇതൊരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന സ്വഭാവത്തിലാണ് പലരും അതിനോട് പ്രതികരിക്കുന്നത്. എത്രത്തോളം ചോദിച്ചാൽ ഫാത്തിമ ബി താത്തൻ്റെ ഫോൺ നമ്പർ തിരഞ്ഞു പിടിച്ച് അവരോട് ചോദിക്കുകയാണ്, ശരിക്കും നിങ്ങൾ ഈ പറഞ്ഞ സത്യം തന്നെയാണോ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ രോഗം സുഖപ്പെടുന്നു വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും അക്യുപഞ്ചർ ചികിത്സകരെ വിമർശിക്കുന്ന ഓരോ ആളുകളും നിർബന്ധമായി മനസ്സിലാക്കുക, നിങ്ങൾ വിമർശിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പൂർണ്ണമായി അന്വേഷിക്കാതെ നിങ്ങളുടെ നിലവിലുള്ള അറിവ് വെച്ചുകൊണ്ട് ഒരു മരുന്നുമില്ലാത്ത ഇത്തരം ചികിത്സയിലൂടെ രോഗം സുഖപ്പെടുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് കളവാണെന്ന് പറയുന്ന ഈ രീതി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ജനങ്ങൾക്ക് നന്മയുള്ള ചികിത്സ ലഭിക്കുന്നതിന് നിങ്ങൾ തടസ്സക്കാരനാകുന്നു എന്നുള്ള ഒരു വലിയ കുറ്റം നിങ്ങൾ ചെയ്യുന്നെന്ന കാര്യം തിരിച്ചറിയുക. നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.